ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ മൈസൂർ ട്രിപ്പിലാണുള്ളത്. അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ പാലസ് റോഡിലൂടെയാണ്. പാലസ് റോഡിലൂടെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആ ഹോട്ടലിൽ നിന്നും ഞങ്ങളിപ്പോ പാലസിനെ ലക്ഷ്യമാക്കിയാണ് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൈസൂർ പാലസ് രാത്രി ലൈറ്റിംഗ് ഉള്ളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളെ ഓട്ടോക്കാരൻ കൊണ്ടു നിർത്തിയത് വരാഹ ഗേറ്റിലായിരുന്നു. അപ്പോ അതിലൂടെയാണ് കേട്ടോ ഞങ്ങള് ഈ ഒരു ലൈറ്റിംഗ് കാണുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയത്. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങള് ഇറങ്ങുമ്പോഴേക്കും ഓൾറെഡി 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഓൾറെഡി ലൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് റൂമിൽ നിന്ന് പോരുന്ന വഴിയിൽ തന്നെ ലൈറ്റിംഗ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ദസറ ഉത്സവ സമയത്തും എല്ലാ വൈകുന്നേരവും മൈസൂർ കൊട്ടാരം ഇതുപോലെ പ്രകാശപൂരിതമാകും. സാധാരണ ലൈറ്റിംഗ് വരുന്നത് വൈകിട്ട് 7 മണി മുതൽ 7:45 വരെയാണ്. 45 മിനിറ്റ്സ് ആണ് ലൈറ്റിംഗ് വരാറുള്ളത്. ഈ ദസറ ഉത്സവ സമയത്ത് കുറച്ച് സമയം എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. കൂടുതൽ സമയം ഇതുപോലെ ലൈറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ 8 ദിവസം, ദസറയുടെ ആദ്യത്തെ 8 ദിവസം 9 മണി വരെയാണ് ലൈറ്റിംഗ് ഉള്ളത്. ലാസ്റ്റത്തെ വിജയദശമി ദിവസം 10 മണി വരെ ഈ ലൈറ്റിംഗ് നീളാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ചാമുണ്ഡി ഹിൽസിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഈ ഒരു പാലസ് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ രാത്രി ടൈമില് ചാമുണ്ഡി ഹിൽസിന്റെ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈമില് ശരിക്കും പറഞ്ഞാല് ഒരുപാട് ലോക്കൽസും അതുപോലെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഒത്തിരി പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു ലൈറ്റിംഗ് കാണാനായിട്ട്. അത്ര തിരക്കാണ് കേട്ടോ ഈ ഒരു ടൈമില് നമ്മൾ വരുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ ലൈറ്റിംഗ് ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഈ ഒരു അംബവിലാസ് ഗേറ്റിന്റെ ഈ ഒരു വഴിയിൽ വന്ന് കുറച്ചു നേരം അങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7:40 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വരാഹ ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ ഒരു ടൈമില് ശരിക്കും പറഞ്ഞാല് വരാഹ ഗേറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. അതായത് ഈ ഒരു ലൈറ്റിംഗ് കാണുന്നത് തികച്ചും ഫ്രീ ആണ്.
ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ലൈറ്റിംഗ് കാണാനായിട്ട്. ഒത്തിരി ലൈറ്റ് കൊണ്ട് ഈ ഒരു പാലസ് ഇത്ര ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നൈറ്റിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മൈസൂർ വരുന്നവര് ഈ ഒരു വ്യൂ മിസ്സാക്കരുത് കേട്ടോ, അത്ര ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏകദേശം ഒരു 7:40 ആയപ്പോഴേക്കും പതുക്കെ വരാഹ ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. അംബവിലാസ് ഗേറ്റിന്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. പിന്നെ ഞങ്ങൾ പതുക്കെ വരാഹ ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഗേറ്റിന്റെ തൊട്ട് മുന്നിലെത്തിയപ്പോഴേക്കും ഫുൾ ലൈറ്റ് ഓഫ് ആയി. 7:45 ആകുമ്പോൾ ഫുൾ ലൈറ്റ് ഓഫ് ആവും. അപ്പൊ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു വരാഹ ഗേറ്റിന്റെ അടുത്തേക്ക് എത്താറായപ്പോ മുതല് പോലീസുകാർ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസിലാണത്. അപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങണം. എല്ലാ വിസിറ്റേഴ്സിനെയും അവിടെ നിന്ന് പുറത്തേക്ക് ആക്കുന്നുണ്ട്. കറക്റ്റ് 7:45 ആകുമ്പോൾ ഫുൾ ലൈറ്റ് ഓഫ് ആവും. അപ്പൊ പിന്നെ ഉടനെ തന്നെ എല്ലാ പോലീസുകാരും കൂടി ആളുകളെല്ലാരും പുറത്തേക്ക് ഇറക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മുമ്പായിട്ടാണ് നമ്മൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് തിക്കും തിരക്കൊന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ച് പോയത്. ഞങ്ങൾ പാലസ് റോഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി പാലസ് റോഡിലുള്ള ലോക് സാഗർ എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലോക് സാഗർ എന്ന ഹോട്ടലിലേക്ക് പാലസിൽ നിന്ന് വരുമ്പോ. രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ട്രാഫിക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്താൻ ഒരു 5 മിനിറ്റ് പിടിക്കും കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലിൽ നിന്ന് പാലസിലേക്ക്. അപ്പോ ഇതാണ് ആ ഒരു ഹോട്ടൽ. പിന്നെ ഞങ്ങൾ നേരെ ഡിന്നർ കഴിച്ചിട്ടാണ് റൂമിൽ പോയത്. അപ്പോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.